അളിയാ ഹബീബി ഹബീബി ഗയ്സ് ഗയ്സ് സുഖാണ് അളിയ. അളിയ അങ്ങനെയാണോ ചോദിക്കേണ്ട? മിയ മിയ എന്ന് പറയേ. മിയ മിയ. ഇങ്ങനെയുണ്ട് ദുബായിഷൊക്കെ മണ്ടയൊക്കെ അറിയാടാ. അവിടെ പിടിച്ചു നിന്നത് ഈ രണ്ട് വാക്കിലാണ് അളിയ. ഇതില്ലാതെ അവിടെ ജീവിക്കാൻ പറ്റൂല. അളിയ നീ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി കേട്ടാ. അത് ഞാനിപ്പോ കുറച്ച് ഡയറ്റിലാണ് അളിയ. വല്ല ഒട്ടക പാലുമായിരിക്കുമല്ലേ രാവിലെ ഡയറ്റ് ആയിട്ട്. ആ അതെങ്ങനെ മനസ്സിലായി? ഈ അളിയന്റെ ഒരു കാര്യം. ഒട്ടകം എന്റെ ഒരു വീക്ക്നെസ് ആയി മാറിയത്. നിന്റെ സ്വഭാവം വെച്ചിട്ട് ഈ ഒട്ടകെടുത്ത് നിന്നത് ചവിട്ടിക്കുട്ടാത്തത് നന്നായി. പിന്നെ എന്തൊക്കെ ഉണ്ടളിയ വിശേഷം? ഇവിടെ ഭയങ്കര ചൂടളിയ. അവിടെ ചൂടില്ല കേട്ടാ. ഇവിടെ മരുഭൂമിയാണെങ്കിലും ഫുള്ള് എസിയാണ്. ഇവിടുന്ന് ഇറങ്ങിയ എ സി, കിടന്ന എ സി, അങ്ങോട്ട് നീങ്ങിയ എ സി. എ സി ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമേ ഇല്ല. ഇവിടെ പറ്റണില്ല അളിയ. എന്റെ മുഖത്ത് സൺസ്ക്രീൻ എല്ലാം പോകുന്നാണ് തോന്നുന്നത്. ഒരു മാറ്റം ഇല്ല അളിയാ നിനക്ക്. അതൊക്കെ പോട്ടളിയ. ഈ ദുബായിൽ നിറയെ മണലാണെങ്കിലും അവിടെ ആരും മണക്കാറില്ല അളിയ. ഈ ചളി അടിക്കാനാണ് നീ ആ ഫ്ലൈറ്റും പിടിച്ചിങ്ങ് വന്നത്? അങ്ങനെ പറയല്ലേ അളിയ. അങ്ങനെ ഒരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. എടുക്കട്ടെ. എന്തിനാണ് ആ സാധനം? ഇടലിയ എട് എട്. നിന്നെ എന്റെ കൂട്ടുകാരനെ കിട്ടുന്ന അഭിമാനിക്കുന്നു. അല്ല ഐഫോണോ ലാപ്ടോപ്പോ ഒക്കെ തന്നെ. എന്താ അളിയ? ഇത് വെറും കുപ്പിയല്ലേടാ. ഇതിലെന്തിരിക്കുന്നു? അടിയാ അത് തന്നാണ് അടിയ. ഇത് വെറും കുപ്പിയല്ല. ഇത് സ്പെഷ്യലായിട്ട് അടിയന് വേണ്ടി കൊണ്ടുവന്നെയാണ്. ഇതിന്റെ ആ തുമ്പിലാണെന്ന് അളിയൻ അറിയാമോ? എന്താണ് അളിയ? നിനക്ക് വേണ്ടി ഞാൻ നല്ല ഒറിജിനല് ദുബായ് കാറ്റ് നിറച്ചുകൊണ്ടുവന്ന കുപ്പിയാണ് അളിയ. ഇത് കുപ്പി. ഇത് കൊണ്ട് അടിപൊളിയാ. എങ്ങനെ സ്പെഷ്യലല്ലേ? ഇതിനെക്കാട്ടി നീ അറബിയും കൂടി ഒന്ന് കുപ്പിയിലേക്ക് കൊണ്ടുവന്ന് ഇതിനെക്കാട്ടി സ്പെഷ്യലാണ്. അടുത്ത പ്രാവശ്യം ആട്ടളിയാ പണിയിൽ ഞാൻ നല്ല ഫ്രഷ് കാട്ടറബിയെ തന്നെ കൊണ്ടുതരാം. എന്റെ കൂട്ടുകാരനായിട്ട് തന്നെ വന്നല്ലടാ ഹബീബി മാറി.